ഫലസ്തീന്റെ സ്വാതന്ത്ര്യമാണ് യുദ്ധം ഒഴിവാക്കാനുള്ള ഏക പോംവഴി എന്ന് ഇറാന്റെ സർക്കാർ പ്രതിനിധി തന്നെ ഔദ്യോഗികമായി യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും അടങ്ങുന്ന യൂറോപ്യൻ സംഘമാണ് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഇറാനോട് അപേക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കാൻ വേണ്ടി താൽപര്യമുണ്ട് എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തത്. 2-3 ഘട്ടത്തിൽ അമേരിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതോടനുബന്ധിച്ചാണ് യൂറോപ്യൻ സംഘം തന്നെ ഇറാനെ സമീപിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം ഒരു യുദ്ധം താങ്ങാനുള്ള ശക്തി മിഡിൽ ഈസ്റ്റിന് ഇല്ല എന്നുള്ളതും ഈ യുദ്ധം ഒരു ചെറിയ രീതിയിൽ അവസാനിക്കാത്ത രീതിയിൽ വ്യാപകമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കണം, ഇസ്രായേലിനെ ആക്രമിക്കുന്ന പ്രവർത്തികൾ നിർത്തിവെക്കണം എന്നുള്ള ഒരു നിർദ്ദേശമോ ഒരു അപേക്ഷയോ ആണ് ഇറാൻ സർക്കാരിന് മുൻപിൽ യൂറോപ്യൻ സംഘം സമർപ്പിച്ചത്. ഇതേക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടാണ് സർക്കാർ പ്രതിനിധി തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞത്. തങ്ങളുടെ ആത്മീയ നേതാവ് ഔദ്യോഗികപരമായ രീതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ആയത്തുള്ള ഖമേനിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഖ്യാപനവുമായിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യം ഇറാന്റെ പ്രതിനിധി യൂറോപ്യൻ യൂണിയനോട് പറയുന്നത്. അതിന്റെ തുടർച്ച തീർച്ചയായിട്ടും തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത് കയറി ആഭ്യന്തര സുരക്ഷമുള്ള മേഖലയിൽ തങ്ങളുടെ പ്രതിനിധിയെ തങ്ങളുടെ പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തിയ ഹമാസിന്റെ നേതാവിനെ വെടിവെച്ചു കൊന്നോ അതല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിന്റെ ശത്രുക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാണ്. ആ നിലപാടിൽ നിന്ന് തങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല എന്നുള്ള ഇറാന്റെ നിലപാട് യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞു. സംഭവം ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ആയുധ സൈനിക സംവിധാനങ്ങളൊക്കെ അമേരിക്ക ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ്. ഏതു തരത്തിലുള്ള ഇറാന്റെ ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് തങ്ങൾ മെഡിറ്ററേനിയൻ കടലിലും ഗൾഫിന്റെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. യുദ്ധക്കപ്പലും യുദ്ധവിമാനങ്ങളും അടക്കം വലിയൊരു സംവിധാനം യഥാർത്ഥത്തിൽ ഇപ്പോ ഇസ്രായേലിന് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യത്യസ്തമായിരിക്കുന്ന പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും യുദ്ധം ഉണ്ടാവുക എന്നുള്ളതും യുദ്ധം ഉണ്ടാവണം എന്നുള്ളതും അമേരിക്ക ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ചെറിയ രീതിയിലുള്ള യുദ്ധമായിട്ട് അവസാനിക്കുകയില്ല. ഇറാനോടൊപ്പം ചേർന്ന് തന്നെ റഷ്യ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയെ ഭയപ്പാടുണ്ടാക്കുന്നത്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രത്യശാസ്ത്ര യുദ്ധം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഉക്രൈന്റെ വിഷയം എത്തിയതോടുകൂടി അത് ഒന്നുകൂടി രൂക്ഷമായി. യഥാർത്ഥത്തിൽ 2 രാജ്യങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിമാർ പരസ്പരം സംസാരിച്ച് തീരേണ്ട ഒരു വിഷയം യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് എത്തിച്ചത് അമേരിക്കയാണ് എന്ന് പലകുറി റഷ്യ തന്നെ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടില്ല. യുദ്ധം ഇപ്പൊ 2.5 വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു മാനസിക പ്രയാസം അവരെ അലട്ടുന്നുണ്ട്. അതോടനുബന്ധിച്ചാണ് ഇപ്പോ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ഇറാൻ അതിൽ കക്ഷി ചേരാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് കക്ഷി ചേരുന്നു. ഈ കക്ഷി ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രതിരോധം നഷ്ടപ്പെടുകയും ഇപ്പൊ തന്നെ സാമ്പത്തിക രംഗത്തും അവരുടെ ആയുധ രംഗത്തും സൈനിക രംഗത്തും ഒക്കെ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് ഇസ്രായേലിന്റെ ഗവൺമെന്റ് അവസാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇത്രയും വലിയൊരു ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം താങ്ങാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല എന്ന തിരിച്ചറിവ് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇല്ലാതിരിക്കുക എന്നുള്ളതും സമാധാനപരമായ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ജോ ബൈഡന്റെ താല്പര്യം അത് സാധൂകരിക്കണമെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവാതിരിക്കൽ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ജോർദാന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇറാനിലേക്ക് പറഞ്ഞയച്ചത്. അവിടെ വെച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടത്തി. 2 പ്രാവശ്യമെങ്കിലും ജോർദാന്റെ ഭരണാധികാരികൾ ഇറാനിലെത്തിക്കൊണ്ട് യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. തങ്ങൾ ടെറിറ്റോറി കയറിയിട്ടാണ് മറ്റൊരു രാജ്യം തങ്ങളുടെ ക്ഷണിക്കപ്പെട്ട വ്യക്തിയെ വെടിവെച്ച് കൊന്നത് അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്ന സമയത്ത് തങ്ങളുടെ അതിഥിയെ കൊലപ്പെടുത്തിയത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്.
അതും അവിടുത്തെ ആത്മീയ നേതാവിനെയും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനെയും കണ്ട് സംഭാഷണങ്ങളൊക്കെ നടത്തി തിരിച്ചു വന്ന അന്നത്തെ രാത്രിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതരായിരിക്കുന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അതിഥിയെ അന്നത്തെ രാത്രി തന്നെ മറ്റൊരു രാജ്യം കടന്നു കയറിയിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അവർ യുദ്ധം അറിയിക്കുന്നു എന്ന തരത്തിലുള്ള നിലപാടിൽ നിന്ന് ഇറാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യത്തെയും അതോടൊപ്പം തന്നെ അമേരിക്കയും ഭയപ്പാടിലാക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇറാൻ ഒരു നിലപാട് മുന്നോട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ വേണ്ടി തയ്യാറാണ്. പാലസ്തീൻ സ്വതന്ത്രമാവണം, സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവണം, ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മറ്റുള്ള റിപ്പബ്ലിക്കിനെ പോലെ അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിന് അമേരിക്ക നേതൃത്വം കൊടുക്കണം. അതല്ലെങ്കിൽ അത്ര ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ മാറണം എന്നുള്ളതാണ്. ഇതോടുകൂടി അമേരിക്ക വീണ്ടും പ്രതിസന്ധിയിലായി. കാര്യം എന്ന് പറയുന്നത് പാലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇസ്രായേൽ അത് അംഗീകരിക്കാത്തതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരുടെ നിലനിൽപ്പ് വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലും അവസാനിക്കും എന്ന് അവർ വിലയിരുത്തുന്നു. കാര്യം രാജ്യത്തിന് ഒരു രാജ്യമായി തീരുന്നതോടുകൂടി കൃത്യമായിരിക്കുന്ന ആയുധങ്ങളും സൈനിക ബലങ്ങളും ശക്തികളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലും അടങ്ങുന്ന വലിയൊരു സംവിധാനം ഓരോരോ രാജ്യത്തിനും ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇന്നത്തെ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പാലസ്തീന്റെ സൈനികർ, അവിടെ സൈനികരുണ്ടോ എന്ന് ചോദിച്ചാൽ സൈനികരുണ്ട്, പ്രധാനമന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നൽകണമെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നൽകണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം ആയുധങ്ങളും പടയും സംവിധാനങ്ങളും എല്ലാവിധ തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സ്രോതസ്സുകളും ഉള്ളത് ഇസ്രായേലിലാണ്. അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഹമാസിനെ ഈ ഗസയെ കീഴടക്കാനും ഗസയിൽ ഇഷ്ടംപോലെ ബോംബുകൾ ഇങ്ങനെ വർഷിക്കാനും സാധിച്ചത്. ഒരു ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനവും ഹമാസിന്റെ കയ്യിലോ അതല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലോ ഇല്ല എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആകാശ യുദ്ധം നടത്തുകയാണെങ്കിലും അവിടെ ഇസ്രായേൽ വിജയിക്കാറുണ്ട്, അവിടെ നിരപരാധികളായിരിക്കുന്ന പാലസ്തീനികൾ കൊല ചെയ്യപ്പെടാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതിനെ ആകാശ യുദ്ധം കൊണ്ട് നേരിടാൻ വേണ്ടി ഹമാസിനോ അതല്ലെങ്കിൽ പാലസ്തീൻ അതോറിറ്റിക്കോ സാധിക്കാത്തതിന്റെ കാര്യം അത് രാജ്യമല്ല, അല്ലെങ്കിൽ രാജ്യമായിട്ട് അത് ഐക്യരാഷ്ട്രസഭയോ അതോടൊപ്പം തന്നെ ഇസ്രായേലോ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സംഭവം. അവിടെ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് നിലകൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നു. അവിടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സംവിധാനങ്ങളും ക്യാബിനറ്റ് മന്ത്രിമാരും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അംഗീകാരമില്ല. ഈ വിഷയത്തിൽ നിന്ന് ഈ നിലപാടിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പാലസ്തീൻ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ ഒഴിവാക്കാം എന്ന് ഔദ്യോഗികപരമായി തന്നെ ഇറാൻ യൂറോപ്യൻ യൂണിയനോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരോടുള്ള മറുപടിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചോളം ഭയപ്പാടുണ്ടാക്കുന്നത് ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് റഷ്യയുടെ ആയുധങ്ങൾ ഇറാൻ ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ ചൈന ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാര്യം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ആയുധ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക തീർക്കുക എന്നല്ലാതെ ഒരു ലോകരാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. പാലസ്തീനെ കൊല്ലാൻ വേണ്ടി ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാൻ തങ്ങൾക്ക് തയ്യാറല്ലെന്ന് ഓരോരോ ദിവസവും വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ പറയുന്നത് നമ്മൾ അറിഞ്ഞതാണ്, കേട്ടതാണ്. ഇറാഖ് യുദ്ധം വളരെ എളുപ്പമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. 32ഓളം രാജ്യങ്ങൾ ഈ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. അവർ സായുധപരമായ രീതിയിലും സാമ്പത്തികമായ രീതിയിലും അമേരിക്ക സഹായിച്ചിരുന്നു. അറബ് രാജ്യങ്ങൾ അവരുടെ ദേശങ്ങൾ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. അങ്ങനത്തെ സ്ഥിതിവിശേഷങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലില്ല. തങ്ങൾ യുദ്ധത്തിനെ ഇസ്രായേൽ സഹായിക്കില്ലെന്ന് ഓരോ രാജ്യങ്ങളും ഇപ്പൊ തുറന്നു പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. ജോർദാൻ അങ്ങനെ പറഞ്ഞു, ഈജിപ്ത് അങ്ങനെ പറഞ്ഞു, അറബ് രാജ്യങ്ങൾ പരമാവധി രാജ്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ കാര്യമെന്ന് പറയുന്നത് അതിന് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സംവിധാനം ഏതെങ്കിലും മുസ്ലിം രാജ്യമോ അറബ് രാജ്യമോ എടുത്താൽ അവർ തങ്ങളുടെ ശത്രു രാജ്യമായി കണക്കാക്കിക്കൊണ്ട് അവരെയും ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇതിന്റെ ഇടയിൽ തന്നെ ഇറാൻ നൽകിയിരുന്നു. ആ നൽകിയതിനോടനുബന്ധിച്ച് തന്നെയാണ് മറ്റു രാജ്യത്തിനും പങ്കാളിത്തം നൽകാത്ത രീതിയിൽ തങ്ങളുടെ ആകാശഭൂമികൾ സുരക്ഷിതമാക്കുന്ന സംവിധാനം ഒരുക്കും, ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം നൽകുകയില്ല എന്നുള്ളത് പരമാവധി രാജ്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസത്തിലാണ്.
പാലസ്തീന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ വേണ്ടി അവർക്ക് ഏതായാലും സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഈ യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടിയും സാധിക്കില്ല. അങ്ങനെ യുദ്ധത്തിലേക്ക് ഏറെക്കുറെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുക. എന്നാലും ഇനിയും ശ്രമങ്ങൾ നടത്തുമെന്നും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു.